ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ കടക്കണിയിൽ പെട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നവീൻ ദാസും ആന്റണിയും കൂടി ഒത്തുചേർന്നിട്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് വേണ്ടിയിട്ട് മോഷ്ടിച്ച ആ പണവും ചന്ദ്രമതിക്ക് 3 ലക്ഷം രൂപ അല്ലാതെ വേണമെന്ന് പറഞ്ഞല്ലോ രേവതിക്ക് സച്ചിക്കും തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു 5 ലക്ഷം രൂപയുടെ കടവും എല്ലാം കൂടി തന്നെ ആവുമ്പോൾ ശ്രുതി ആകെ പെട്ടുപോവാണ് കേട്ടോ. അങ്ങനെ ഒരു നിവൃത്തി ഇല്ലാതാവുന്ന സമയത്ത് ശ്രുതി ഇനി ക്യാഷിന് ആരുടെ അടുത്ത് ചെല്ലുമെന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ വർഷയുടെ വീടുണ്ടല്ലോ, വർഷയുടെ അമ്മയായ മഹിമയുടെ അടുത്ത് പോയിട്ട് ശ്രുതി കാശ് കടം ചോദിക്കാനായിട്ട് ചെല്ലുകയാണ്. എന്നാൽ മഹിമയാണെങ്കിൽ ശ്രുതിയെക്കുറിച്ച് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് നേരെ വന്നിട്ട് നമ്മുടെ ചന്ദ്രമതിയുടെ ചെവിയിൽ കൊടുക്കുന്നുണ്ട്. സത്യങ്ങൾ തിരിച്ചറിഞ്ഞ ചന്ദ്രമതി നമ്മുടെ ശ്രുതിക്കിട്ട് നല്ലതായിട്ട് പെരുമാറുന്നുണ്ട് കേട്ടോ. ശ്രുതിയുടെ കാരണം തന്നെ അടിച്ചു പൊട്ടിക്കുന്ന നമ്മളെല്ലാവരും കാത്തിരുന്ന ടെസ്റ്റ് നിറഞ്ഞ ഒരു എപ്പിസോഡാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. അങ്ങനെ വീട്ടിൽ നിന്ന് ചന്ദ്രോദയത്തിൽ ആരും അറിയാതെ ശ്രുതിയാണെങ്കിൽ നേരെ മഹിമയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹിമേനെ ആദ്യം സോപ്പിട്ടൊക്കെയാണ് പറയുന്നത്. ആൻറ്റി, ഞാൻ ആൻറ്റീനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുകയാണേ. അപ്പോഴേക്കും മഹിമ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഇവൾ എന്തിനായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നത്? എന്തായാലും ആ രേവതിക്കിട്ട് എന്തെങ്കിലും ഒരു പണിയൊപ്പിക്കാനായിട്ടായിരിക്കും. എന്തായാലും ചന്ദ്രയുടെ വീട്ടിൽ നിന്നുള്ളതല്ലേ, എന്തായാലും എനിക്കും ഒരു കോളൊക്കാതെ ഇരിക്കില്ല എന്നും പറഞ്ഞിട്ട് ശ്രുതിയെ എങ്ങനെ അകത്തേക്ക് വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം മഹിമയോട് ഒരു 5 ലക്ഷം രൂപ കടം ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഹിമ ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, നിന്റെ അച്ഛൻ മലേഷ്യയിലേക്ക് ആണല്ലോ, അപ്പൊ പിന്നെ ഇപ്പൊ എന്തിനായി ഞാൻ 5 ലക്ഷം രൂപ കടം തരുന്നു? അയ്യോ ആന്റി, അച്ഛന്റെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോ കുറച്ച് നാളത്തേക്കിന് ഫ്രീസ് ആയിരിക്കുകയാണല്ലോ. അച്ഛൻ മലേഷ്യയിലെ ജയിലിലാണെന്നുള്ള കാര്യം ആന്റിക്കും അറിയാവുന്നതല്ലേ. എനിക്കിപ്പോ അർജന്റായിട്ട് ഒരു 5 ലക്ഷം രൂപ വേണം. പിന്നെ അങ്ങനെ മറ്റാരോടും ചോദിക്കാൻ പറ്റില്ലല്ലോ. ആന്റി ആവുമ്പോ എല്ലാം നന്നായിട്ട് അറിയാവുന്നതല്ലേ, ഉടനെ തന്നെ തിരിച്ചു തന്നേക്കാം ആന്റി എന്നൊക്കെ പറഞ്ഞിട്ടാണ് മഹിമ ചോദിക്കുന്നത്. എപ്പോഴേക്കും മഹിമയും വിചാരിക്കുന്നുണ്ട് മലേഷ്യക്കാരിയൊക്കെ ആണല്ലോ, എന്തായാലും അത് തിരിച്ചു കിട്ടുന്ന പണവുമാണ്. തന്നെയല്ല, അതുകൊണ്ട് മഹിമയൊരു തന്ത്രവും മെനയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം വർഷയുടെ അച്ഛൻ മധുസൂദനാണെങ്കിൽ മഹിമേനെ ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല മഹിമേ, നീ എന്തു ഭാവിച്ചാ ഇതുപോലുള്ള ആളുകൾക്കൊക്കെ ഇത്രയും വലിയൊരു തുക കൊടുക്കാത്തിട്ട് നമുക്ക് എന്താ കാര്യം നേടാനുള്ളതെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട്, അതെ, എന്തായാലും അവളും മലേഷ്യക്കാരി ആയതുകൊണ്ട് തന്നെ പണം തിരിച്ചു കിട്ടുമെന്ന് നമുക്കറിയാം. പിന്നെ കുറച്ച് നാളത്തേക്കിന് ആ പണം ഒന്ന് കൊടുക്കുന്നോണ്ടേ നമുക്ക് വലിയൊരു കാര്യം സാധിക്കാനുണ്ട്. നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളാൻ പറയുന്നുണ്ട്. ഈ സമയം മധുസൂദനൻ പറയുന്നുണ്ട്, എന്തായാലും മഹിമേ, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവളെന്തായാലും വലിയ പണക്കാരുടെ വീട്ടിലെ മകളാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതുപോലുള്ള ആളുകൾക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഇങ്ങനെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? അതെ, ഇത് കണ്ടോണം, നിങ്ങൾ കണ്ടോണം. ഞാൻ അവക്ക് പണം കൊടുക്കുക മാത്രമല്ലേ ചെയ്യുന്നത്, ആ പണം കൊടുത്തിട്ട് ഒരു ജോലി അവളെ അങ്ങ് ഏൽപ്പിക്കും. അത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിലേ ഈ മഹിമ ആരാണെന്ന് അവൾ അറിയും എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട്, അത് ശ്രുതി, നിനക്കായതുകൊണ്ട് മാത്രമാണ് ഞാൻ പണം തരുന്നത്. എന്തായാലും എൻ്റെ മോള് വർഷ ഈ വീട്ടില് എത്ര ആഡംബരത്തോടു കൂടി കഴിയേണ്ട ആളാണെന്ന് നിനക്കറിയാവല്ലോ. എന്നിട്ടാണ് ആ വീട്ടിൽ വന്ന് കിടന്ന് പാടുപെടുന്നത്. എന്തായാലും വർഷയും ശ്രീകാന്തും കൂടി ഈ വീട്ടിൽ തന്നെ വന്ന് ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് നീ ഒരു വഴി ഒരുക്കി തരണമെന്ന് പറയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, ആന്റി, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? വർഷ ആര് പറഞ്ഞാലും കേൾക്കില്ല, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ അതൊന്നും കേൾക്കില്ലെന്ന് ആന്റിക്ക് അറിയില്ലേ? അത് തന്നെയാണ് ശ്രുതി. എന്തായാലും നീ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ വർഷേനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. എന്നിട്ട് വേണം ഞാൻ ഈ പൈസ നിനക്ക് തന്നു വിടാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശ്രുതിയാണെങ്കിൽ ആകെ പെട്ടിരിക്കുകയാണേ. എന്തായാലും പണം വേണമല്ലോ. ശരി ആന്റി, ഞാൻ ആന്റി പറഞ്ഞതുപോലെ ചെയ്യാം. പിന്നെ ഞാൻ ഈ പണം ഇവിടെ വന്ന് നിന്ന് മേടിച്ചത് വീട്ടിലാരും അറിയാൻ പാടില്ലെന്നും ശ്രുതി പറയുന്നുണ്ട്.
അങ്ങനെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും മഹിമ വീണ്ടും പറയുന്നുണ്ട്, ദേ നോക്ക് ശ്രുതി, ഈ 5 ലക്ഷം രൂപയൊന്നും ഞങ്ങൾക്ക് ഒരു നിസ്സാര കാര്യമാണെന്ന് അറിയാലോ. ഒരു ചായ കുടിക്കുന്ന പൈസ പോലെ ഉള്ളൂ. എന്തായാലും ഉടനെയെങ്ങും ഞാൻ ഈ ക്യാഷ് നിന്നോട് ചോദിക്കത്തുമില്ല. പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ വർഷയും ശ്രീകാന്തും ഈ വീട്ടിലേക്ക് വരേണ്ടത് നിന്റെ കടമയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രുതി അവിടെ നിന്ന് യാത്രയാക്കുന്നത്. അങ്ങനെ ശ്രുതി നേരെ എത്തുന്നത് വർഷയുടെ അടുത്തേക്കാണ് കേട്ടോ. വർഷയോട് വന്നിട്ട് പറയുന്നുണ്ട്, അല്ല വർഷേ, നിനക്ക് എന്തായാലും ആ ആന്റിയും അങ്കിളും ഒക്കെ ഒരുപാട് വിഷമിച്ചാണ് അവിടെ ജീവിക്കുന്നത്. നിനക്ക് ശ്രീകാന്തിനെയും കൂടി അവിടെ പോയി ജീവിച്ചുകൂടെ? നമ്മള് നല്ല പണക്കാരുടെ വീട്ടിലെ മക്കളായതുകൊണ്ട് ഈ വീട്ടില് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കല് ഒരുപാട് ടഫല്ലേ. എന്തായാലും അവിടെ നല്ല കാറും സ്വന്തമായിട്ട് വീടും ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വർഷ ഇങ്ങനെ ഉപദേശിക്കുകയാണ്. ശ്രുതി ചേച്ചി എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, വർഷേ നീ തെറ്റിദ്ധരിക്കണ്ട. നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനോ ആയിരുന്നെങ്കിൽ സുധിയും കൂട്ടി എന്ത് നന്നായിട്ട് അവിടെ പോയി ജീവിച്ചേനെന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, അതെ ശ്രുതി ചേച്ചി കരുതുന്ന പോലെ എനിക്ക് പണവും വീടും കാറും ഒന്നുമല്ല പ്രധാനം. എൻ്റെ ശ്രീകാന്ത് എവിടെയാണോ ജീവിക്കുന്നത് അവിടെയാണ് ഞാനും സന്തോഷമായിട്ടിരിക്കുന്നത്. അല്ല ശ്രുതി ചേച്ചി, നിങ്ങൾക്ക് മലേഷ്യയിൽ വലിയ വീടും ബംഗ്ലാവും കാറും ഒക്കെ ഉണ്ടാവുമല്ലോ. എങ്കിൽ പിന്നെ സുധിയേട്ടനെ കൂട്ടിയിട്ട് എന്താ ശ്രുതി ചേച്ചി അങ്ങോട്ട് പോകാത്തതെന്ന് ചോദിക്കുകയാണെ. ഇത് കേൾക്കുമ്പോൾ ശ്രുതി വല്ലാതെ അങ്ങ് പരിഭ്രമിക്കുന്നുണ്ട്. അത് വർഷേ നിനക്കറിയില്ലേ, എൻ്റെ അച്ഛൻ ഇപ്പോൾ മലേഷ്യയില് ജയിലിലാണുള്ളത്. അത് തന്നെയല്ല, സുധി ഇപ്പോൾ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ബിസിനസ്സിൽ നിന്ന് നല്ല പ്രോഫിറ്റ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ബിസിനസ് വലുതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് സുധി സ്വന്തമായിട്ട് ഒരു വലിയ വീട് മേടിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഈ വീട്ടിലൊന്നും ഞങ്ങൾ താമസിക്കില്ല. ഞാനും സുധിയും കൂടി നല്ലൊരു വീട്ടിലേക്ക് താമസം മാറും. അല്ലാതെ അച്ഛൻ്റെ പണത്തിനകത്ത് ജീവിക്കുന്നതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. ശ്രുതി ചേച്ചി ആള് കൊള്ളാമല്ലോ. ശ്രുതി ചേച്ചിക്ക് അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടല്ലേ. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ കാര്യവും. ശ്രീകാന്ത് ഞാനും കൂടി സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങും. അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് ഞങ്ങൾ നല്ലൊരു വലിയ വീട് വെക്കും. അങ്ങനെ ജീവിക്കാൻ തന്നെയാണ് ഞങ്ങൾക്കും ഇഷ്ടം. പിന്നെ ശ്രുതി ചേച്ചിയോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്നേക്കരുത്. പിന്നെ രേവതി ചേച്ചീനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ പറ്റിക്കുന്നത് പോലെ ആ കളി എൻ്റെ അടുത്ത് നടക്കില്ലെന്നും കൂടി പറഞ്ഞിട്ട് വർഷ അവിടെ നിന്ന് അങ്ങ് തിരിഞ്ഞു പോകുന്നുണ്ട്. വർഷ പോയി കഴിയുമ്പോഴേക്കും ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം വർഷയുടെ വായിൽ നിന്ന് നന്നായിട്ട് കിട്ടിയല്ലോ. ഈ അഹങ്കാരിയോട് പറയാൻ വന്ന എന്നെ വേണം പറയാൻ. എന്തായാലും ഇനി ഇവിടെ അമ്മയോട് ഞാൻ എന്താ പറയുക? ഇനി അവര് വിളിച്ചിട്ട് ആ 5 ലക്ഷം രൂപ എങ്ങാണം ഉടനെ തിരികെ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അത് ആന്റിയോടെങ്ങാനും വിളിച്ചിട്ട് അവര് പറഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നത്തിലാവുമല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ശ്രുതി. ഈ സമയം വർഷയാണെങ്കിൽ റൂമിൽ പോയിട്ട് വർഷയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രുതിയെ ഇണക്കി വിട്ടത് മറ്റാരുമല്ല മഹിമ തന്നെയാണെന്നേ. അങ്ങനെ മഹിമനെ കോൾ ചെയ്തിട്ട് വർഷ പറയുന്നുണ്ട്, ദേ അമ്മയോട് പല തവണ പറഞ്ഞിട്ടില്ലേ ഞാനും ശ്രീകാന്തും പണം ആഗ്രഹിച്ച് നിങ്ങളുടെ പുറകെ വരില്ലെന്ന്. അതെ, ഞങ്ങൾക്ക് 2 പേർക്കും അധ്വാനിച്ച് ജീവിക്കാനുള്ള അത്യാവശ്യം ജോലിയും ആരോഗ്യവും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ സ്വന്തം പണം കൊണ്ട് ഞങ്ങൾ ജീവിച്ചോളാന്ന് എത്ര തവണ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണേ. ഈ സമയം മഹിമ പറയുന്നുണ്ട്, അത് വർഷേ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ ശ്രുതി എന്നോട് അപ്പോ ശ്രുതി ചേച്ചിനെ പറഞ്ഞു വിട്ടത് അമ്മ തന്നെയാണെന്ന് സമ്മതിച്ചല്ലേ? അതെ, ഞാൻ അവളോട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അതെ, അമ്മയുടെ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാലോ. ഇനി ഇതുപോലുള്ള എന്തെങ്കിലും പരിപാടിയും കൊണ്ടേ ആരെയും ഇങ്ങോട്ട് ഇണക്കി അയക്കാൻ നോക്കണ്ട. എൻ്റെ ശ്രീകാന്ത് എവിടെയാണോ അവിടെ തന്നെ ഞാൻ ജീവിക്കുകയും ചെയ്യും. ഞങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുകയും ചെയ്യും. ഇനി എന്തായാലും മരിച്ചാൽ കൂടി അമ്മയുടെ വീട്ടിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ഫോൺ വെക്കുകയാണ് കേട്ടോ. മഹിമ ആകെ പെട്ടിരിക്കുകയാണ്. അങ്ങനെ മഹിമ ദേഷ്യപ്പെട്ടിട്ട് മധുസൂദനന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ മഹിമേ, ആരാ വിളിച്ചത്? മോളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, എന്തായാലും ആ ശ്രുതിക്ക് പണം കൊടുക്കാൻ പോയത് ഇപ്പൊ എനിക്ക് തന്നെ തലവേദനയായിരിക്കുകയാണ്. അതെ, അവളിപ്പോ വിളിച്ചിട്ട് പറയുക ഇനി ചത്താലും ഈ വീട്ടിലേക്ക് വരില്ലെന്ന്. എല്ലാത്തിനും കാരണം അവൾ ഒറ്റയിരുത്തിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും മധുസൂദനൻ പറയുന്നുണ്ട്,
നിനക്കിതിന്റെ വല്ല കാര്യമുണ്ടോ മഹിമേ? വെറുതെ ആ 5 ലക്ഷം രൂപ കൊണ്ടുപോയി കളഞ്ഞില്ലേ? ഇനി അത് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം. അവളെ കണ്ടിട്ട് വലിയ പണക്കാരി വീട്ടിലെ മകളാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാ മഹിമ പറയുന്നുണ്ട്, 5 ലക്ഷം രൂപ എനിക്കിപ്പോ കിട്ടിയില്ലെങ്കിലും അത് വലിയ പ്രശ്നമൊന്നുമല്ല. അത് വെച്ചിട്ടേ ആ ഒരു സച്ചിയുടെ വീട്ടുകാരെ നാണം കെടുത്താനായിട്ട് കിട്ടുന്ന ഒരവസരവും ഞാൻ കളയില്ലെന്ന് മധുവേട്ടന് അറിയാലോ. എന്തായാലും ആ ചന്ദ്രമതി അമ്മയ്ക്കിട്ട് നന്നായിട്ടൊന്ന് പറയാനായിട്ടേ എനിക്കൊരു അവസരം കിട്ടിയിരിക്കാന്നും പറഞ്ഞ് മഹിമ ഫോൺ എടുത്തിട്ട് നമ്മുടെ ചന്ദ്രമതിയെ വിളിക്കുന്നുണ്ട്. എന്തായാലും ചന്ദ്രമതി അമ്മയുടെ വീട്ടില് ഇത്രയ്ക്ക് ദാരിദ്ര്യം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അന്ന് 5 ലക്ഷം രൂപയുടെ ചെക്കുമായിട്ട് ഞാൻ അവിടെ വന്നപ്പോ ദുരഭിമാനം കാരണം നിങ്ങൾക്കത് വാങ്ങിക്കുവാൻ കഴിഞ്ഞില്ല. ഇപ്പോ ആരും അറിയാതെ മരുമകളെ പണം ചോദിക്കാനായിട്ട് എന്റെ വീട്ടിലേക്ക് അയച്ചിരിക്കുവല്ലേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതി ആണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ മഹിമേ നീ എന്താ പറയുന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, ചന്ദ്രമതി അമ്മയ്ക്ക് നേരിട്ടിങ്ങി വന്നിരുന്നെങ്കിൽ ഇത്രയാ പണം വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തന്നു വിടില്ലേ. ഇതിപ്പോ പിൻവാതിൽ വഴി മരുമകളെ ഇങ്ങോട്ടേക്ക് വിടേണ്ട കാര്യമുണ്ടോ? എന്തായാലും നിങ്ങൾ ഇത്ര നാണം കെട്ട ആൾക്കാരാണെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിയെ നന്നായിട്ടങ്ങ് കളിയാക്കുന്നുണ്ട്. മഹിമേ നീ എന്താ ഈ പറയുന്നത്? ഞാൻ ആരെയും നിങ്ങളുടെ വീട്ടിലേക്ക് പണം ചോദിച്ചിട്ട് അയച്ചിട്ടും ഇല്ല. പിന്നെ സച്ചി അറിയാതെ 5 ലക്ഷം രൂപയെന്നല്ല 5 പൈസ ഈ വീട്ടിലുള്ള ആരും വാങ്ങിക്കുകയില്ല എന്ന് പറയണേ. അപ്പോഴേക്കും മഹിമ ചോദിക്കുന്നുണ്ട്, അത് ശരി, പിന്നെ ഞാൻ കള്ളം പറയുമെന്നാണോ ചന്ദ്രമതി അമ്മ പറയുന്നത്? സംശയം ഉണ്ടെങ്കിലേ നിങ്ങളുടെ മരുമകളോട് പോയി നേരിട്ട് തന്നെ ചോദിക്കെന്നും പറഞ്ഞിട്ട് മഹിമ ദേഷ്യപ്പെട്ടങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. മഹിമ ഫോൺ വെച്ചതിന് ശേഷം ചന്ദ്രമതിയാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. എന്നാലും മഹിമ പറഞ്ഞത് സത്യമായിരിക്കോ? എന്റെ മരുമകള് അവിടെ പോയി പണം ചോദിക്കാനോ? ഏയ്, ശ്രുതി എന്തായാലും അങ്ങനെ ചെയ്യില്ല. ഇനിയിപ്പോ ആ പൂക്കാരിയായിരിക്കും, ആ രേവതി. അല്ലാതെ ഇങ്ങനെ പണം ചോദിക്കാനായിട്ട് മറ്റാരും ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് രേവതിനെ ഇങ്ങനെ വിളിക്കുക കേട്ടോ. എടി രേവതി, രേവതി എന്നും പറഞ്ഞു കിടന്ന് ഒച്ചയിടുന്നുണ്ട്. ഒച്ച കേട്ടിട്ട് രേവതി എന്താ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ സമയം രവി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ചന്ദ്രൻ ഇങ്ങനെ കിടന്നോണ്ട് അലറി വിളിക്കുന്നത്? നീ ഒന്ന് വിളിച്ച രേവതി ഇങ്ങ് വരുമല്ലോ. എന്താ നിനക്ക് ചായ ഒന്നും കിട്ടിയില്ലേ? മോളെ രേവതി, ഇവക്ക് ചായ കൊടുത്തില്ലെന്നിങ്ങനെ രേവതിയോട് രവി ചോദിക്കുന്നുണ്ട്. രേവതി അപ്പൊ പറയുന്നുണ്ട്, അച്ഛാ ചായയൊക്കെ ഞാൻ രാവിലെ കൊടുത്തതാണെന്നേ. അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, ആർക്ക് വേണവടി നിന്റെ ചായ? ദേ രവിയേട്ട, ഈ വീട്ടിൽ നടക്കുന്ന വല്ല കാര്യങ്ങളും അറിയുന്നുണ്ടോ? ദേ ഈ നിൽക്കുന്ന പൂക്കാരി ഉണ്ടല്ലോ, ഇവക്ക് ദാരിദ്ര്യത്തിലാണെന്നും പറഞ്ഞ് പണത്തിനോട് ആർത്തി മൂത്ത് നടക്കുക. ഇവള് എന്താ ചെയ്തെന്ന് നിങ്ങൾക്കറിയോ? ആ വർഷയുടെ വീട്ടിൽ ചെന്നിട്ട് 5 ലക്ഷം രൂപ കടം ചോദിച്ച് മേടിച്ചുകൊണ്ടുവന്ന ഇവള് ഇരിക്കുന്നേന്നൊക്കെ പറയാണേ. ഇത് കേട്ടിട്ട് രേവതി ഇങ്ങനെ ഭയങ്കര ആശ്ചര്യപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ വായിൽ വന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ. രവിക്കും കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ചന്ദ്രേ നീ ഇങ്ങനെ ബഹളം വെക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. ദേ രവിയേട്ടാ, ഇപ്പൊ മഹിമ എന്നെ വിളിച്ചത്. ഇവളിതേന്റെ പണത്തിന് ആർത്തിമൂത്ത് നാണം കെട്ടിച്ചെന്ന് ആ മഹിമയുടെ വീട്ടിൽ ചെന്ന് പണം ചോദിച്ചിരിക്കുന്ന അത്രേ. എന്തായാലും സച്ചി അറിഞ്ഞിട്ടുണ്ടാവില്ല. സച്ചി അറിഞ്ഞാലേ ഇവക്കിനി ഈ വീട്ടില് സ്ഥാനം തന്നെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെ ഇങ്ങനെ വഴക്ക് പറയുകയാണ്. ചന്ദ്രേ നീ ഒന്ന് അടങ്ങ്, നീ എന്താന്ന് വെച്ചാ കാര്യം പറ. രേവതി മോള് ചെന്ന് വർഷയുടെ വീട്ടിൽ ചെന്ന് പണം ചോദിച്ചെന്നോ? അതെന്തായാലും ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. രേവതി മോള് സച്ചിയുടെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ മഹിമേന്റെ അടുത്ത് ചെന്ന് അവള് പണം ചോദിക്കില്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ രവി ന്യായീകരിക്കുന്നുണ്ട്. ദേ രവിയേട്ടാ, ഇവളെ കുറിച്ച് രവിയേട്ടനെ എനിക്ക് ക്ലാസ് ഒന്നും എടുത്ത് തരണ്ട. ഇവളെ ഞാൻ പണ്ടേ മനസ്സിലാക്കിയ കാര്യമാ. എടി മര്യാദയ്ക്ക് എവിടെയാണെന്ന് വെച്ചാ വർഷയുടെ വീട്ടിൽ നിന്ന് വാങ്ങിയ ആ 5 ലക്ഷം രൂപ ഇങ്ങോട്ട് എടുത്തേണ്ട് വന്നോ. അവിടുത്തെ പണം കണ്ടിട്ട് നീ എന്തായാലും തുള്ളാൻ നിൽക്കണ്ട. രവിയേട്ടാ, കുറെ നാള് വർഷയെ ഇങ്ങനെ കൂട്ടുപിടിച്ച് വർഷയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും പണം തട്ടാന്നൊക്കെ ഇവള് പ്ലാൻ ചെയ്തതാ. ഇപ്പോ വർഷ അവളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തല്ലി പിരിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഇപ്പോ നേരിട്ട് അവള് മഹിമയുടെ അടുത്ത് ചെന്ന് പണം ചോദിക്കാൻ തുടങ്ങിയിരിക്കുക എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട്. കുറെ നേരം മിണ്ടാതിരുന്നിട്ട് രേവതിയാണെങ്കിൽ അങ്ങ് ചോദിക്കുന്നുണ്ട്, അമ്മേ
നിങ്ങൾ എന്താ പറയുന്നത്? ഈ വീട്ടില് എന്ത് പ്രശ്നം വന്നാലും അതെന്റെ തലയിലേക്കാണല്ലോ വരുന്നത്. അമ്മേ, ഞാൻ പണമില്ലാത്ത വീട്ടിലാ എന്നും പറഞ്ഞിട്ട് പണം കണ്ടിട്ട് ഞാനിങ്ങനെ കണ്ണ് മഞ്ഞളിച്ചൊന്ന് നിൽക്കുന്ന ആളല്ല. അമ്മേനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും. ഒരിക്കലും എന്റെ സച്ചിയേട്ടന് ഇഷ്ടമില്ലാത്തടത്തേക്ക് ഞാൻ തിരിഞ്ഞു പോലും നോക്കില്ല. പ്രത്യേകിച്ച് ഒരാളുടെ മുമ്പിൽ പോയി കൈനീട്ടി പൈസ ചോദിക്കാനും ഞാൻ പഠിച്ചിട്ടില്ല. ഞാനും എൻ്റെ സച്ചിയേട്ടനും അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള പണം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അവരുടെ വീട്ടിൽ പോയിട്ട് പണം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അല്ലെങ്കിൽ അമ്മയ്ക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ രേവതി ദേഷ്യപ്പെട്ടു പറയാണ്. തലയ്ക്ക് സുഖമില്ലാത്തത് എനിക്കല്ലടി, നിനക്ക് തന്നെയാ. ദേ രവിയേട്ടാ, ഇവള് നിന്ന് നടുമിറ്റത്ത് നിന്ന് വിളിച്ചു കൂവുന്ന ഒന്നും കേൾക്കുന്നില്ലേ? ദേ ഇവളെ ഇങ്ങനെ വിട്ട എന്തായാലും ശരിയാവില്ല. ഇത് കുറച്ചു കഴിയുമ്പോൾ ശ്രുതിയുടെ മലേഷ്യയിലുള്ള അച്ഛനെ വിളിച്ചിട്ട് ഇവള് പണം ചോദിക്കില്ലെന്ന് ആര് കണ്ടു? എന്തായാലും സച്ചി ഇങ്ങോട്ട് വരട്ടെ, അവൻ തന്നെ തീരുമാനിക്കട്ടെ ഇവള് ഭാര്യയായിട്ട് ഇരിക്കണോ വേണ്ടേ എന്നുള്ളത്. അങ്ങനെ ചന്ദ്രമതി തന്നെ ഒച്ചയിട്ട് സച്ചിനെ വിളിച്ച് അങ്ങോട്ടേക്ക് വരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് സച്ചി ചോദിക്കുന്നുണ്ട്, എന്താച്ചാ എന്തിനാ രാവിലെ ഇവര് ഇവിടെ കിടന്നുകൊണ്ട് തുള്ളുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ. എന്തായാലും എന്താന്ന് വെച്ചാ നീ അവളോട് തന്നെ കാര്യം ചോദിക്ക്. എനിക്ക് പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ രവി പറയുന്നുണ്ട്. സച്ചി നേരെ ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താ നിങ്ങൾ രാവിലെ ഇവിടെ കിടന്ന് രേവതിയുടെ മണ്ടയിലോട്ട് കയറുന്നതെന്ന് ചോദിക്കുന്നുണ്ടേ. അതെ, ഈ പൂകെട്ട് നമ്മള് തലേണ മന്ത്രം ഓതി തന്ന് നീ ഇങ്ങനെ ലയിച്ചിരിക്കുകയാണല്ലോ. ഇവള് നാട്ടില് ഇറങ്ങിക്കിടന്ന് ചെയ്തു കൂട്ടുന്നവല്ലോ നീ അറിയുന്നുണ്ടോ? അമ്മേ, എന്താ അമ്മ രാവിലെ കിടന്നുണ്ട് പറയുന്നത്? എന്താന്ന് വെച്ചാ കാര്യം തെളിച്ച് പറയുന്ന ഇങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്. അതെ, ഈ പൂ കെട്ടുന്നവള് നിന്റെ ഏറ്റവും വലിയ ശത്രു ഉണ്ടല്ലോ, അവളുടെ വീട്ടിൽ പോയിട്ട് 5 ലക്ഷം രൂപ മേടിച്ചിരിക്കുന്നു. കടവാണ് പോലും. എന്നിട്ടിപ്പോ ആ മഹിമ തന്നെ വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞതെന്ന് പറയാണേ. എന്തായാലും നീ അറിയാതെ ആയിരിക്കും ഇവളീ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ. നീ ഇനി എങ്ങനെ ആ മധുസൂദനന്റെ മുഖത്ത് നോക്കും? എന്തായാലും ഇത്രയും ചെയ്തവളെ ഇനി ഭാര്യയായിട്ട് വേണോ വേണ്ടിയോ എന്ന് നീ തന്നെ തീരുമാനിക്കുന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട്. എന്നാൽ രവി പറയുന്നുണ്ട്, ചന്ദ്രേ, വാക്കുകൾ സൂക്ഷിച്ചു പറയണം. ഒരിക്കലും പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ചന്ദ്രമതി പറയുന്നുണ്ട്, രവിയേട്ടാ, എന്തായാലും ദേ ഇവനെ എനിക്ക് എപ്പോഴും വഴക്കു പറയുന്നതൊക്കെയാണ്. എന്നാലും ഇവന് ഇത്രയും നാണക്കേട് വരുത്തിയ ഇവൾ ഇനി ഈ വീട്ടിൽ വേണോ വേണ്ടയോ എന്ന് ഇവൻ തന്നെ തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, അമ്മ എന്താ പറഞ്ഞത്? എന്റെ ആജന്മ ശത്രുവായ അവരുടെ വീട്ടിൽ പോയിട്ട് എന്റെ ഭാര്യ കടം ചോദിച്ചെന്നോ? ഇത് സത്യമാണെന്ന് തെളിഞ്ഞ 1 സെക്കൻഡ് പോലും ഇനി രേവതി ഈ വീട്ടില് എന്റെ ഭാര്യയായിട്ട് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അമ്മ എന്റെ ഭാര്യയാണ് അവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചതെന്ന് എന്റെ മുമ്പിൽ തന്നെ തെളിയിക്കണം. അല്ലാതെ അമ്മ പറയുന്ന വാക്ക് കേട്ടിട്ട് എന്റെ ഭാര്യ ഉപേക്ഷിക്കാൻ വേണ്ടി ഞാൻ തയ്യാറല്ലെന്ന് പറയുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, തെളിയിച്ച് തരാടാ. എന്തായാലും നിന്റെ മുമ്പിൽ തന്നെ ആ സത്യം ഞാൻ തെളിയിക്കാന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയുക. ഈ സമയം വർഷയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ആന്റി, എന്താ ഇവിടെ ഒരു പ്രശ്നം എന്ന് ചോദിക്കുകയാണെ. അതെ വർഷേ, വർഷയുടെ വീട്ടില് വിളിച്ചിട്ട് ഈ നിൽക്കുന്ന പൂക്കാരി 5 ലക്ഷം രൂപ കടം മേടിച്ചുകൊണ്ട് വന്നെന്ന് ഇപ്പോ എല്ലാവരുടെയും കേക്കെ വർഷ തന്നെ ഫോൺ വിളിച്ചിട്ട് വർഷയുടെ അമ്മയുടെ വായിൽ നിന്ന് തന്നെ എല്ലാവരെയും അങ്ങോട്ട് കേൾപ്പിച്ചു കൊടുക്ക്. ഫോൺ വിളിക്കെന്നും പറഞ്ഞിട്ട് വർഷയെ നിർബന്ധിക്കുകയാണ് ചന്ദ്രമതി. ഈ സമയം വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി എന്തായാലും എന്റെ വീട്ടിൽ പോയി പണം ചോദിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഇതിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് സത്യം എല്ലാവരും അറിയണമല്ലോ. അതിനുവേണ്ടി ഞാൻ വിളിക്കാന്നും പറഞ്ഞ് വർഷ മഹിമേനെ ഫോൺ ചെയ്തിട്ട് ഫോണ് ലൗഡ് സ്പീക്കറിൽ വെക്കുന്നുണ്ട്. അങ്ങനെ വർഷ മഹിമേനെ കോൾ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്, മമ്മി, ഇന്നലെ മമ്മിയുടെ അടുത്ത് വന്ന് രേവതി ചേച്ചി 5 ലക്ഷം രൂപ മേടിച്ചിരുന്നോ? മമ്മി എന്നിട്ട് അതിനെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ മഹിമ പറയുന്നുണ്ട്, എന്ത് രേവതിയോ? അവളാ സച്ചിയുടെ ഭാര്യയല്ലേ? അവളെന്തായാലും ഞങ്ങളുടെ വീട്ടില് പണം ചോദിച്ചു വരില്ലെന്ന് മോക്കറിയില്ലേ? അവള് വലിയ അഭിമാനികളാണല്ലോ. എന്തായാലും അവള് വന്നാല് 5 ലക്ഷം എന്നല്ല 5 പൈസ ഞാൻ കൊടുത്തു വിടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട്, അല്ല അമ്മയുടെ അടുത്തൊന്നും പിന്നെ ആരാ വന്ന് 5 ലക്ഷം രൂപ മേടിച്ചതാ? അതോ അത് നിന്റെ ചേച്ചി ശ്രുതിയില്ലേ, മലേഷ്യക്കാരി, അവളാണ് എൻ്റെ അടുത്ത് നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിപ്പോയത്. ഇത് ചന്ദ്രമതി അമ്മയുടെ വീട്ടില് ആരെയും അറിയിക്കില്ലെന്ന് പറഞ്ഞു എന്ന് മഹിമ തന്നെ പറയുന്നുണ്ട്.
വർഷ വീണ്ടും ചോദിക്കുന്നുണ്ട്, ആഹാ ശ്രുതി ചേച്ചിയാണോ അവിടെ വന്ന് പൈസ മേടിച്ചത്? അതേ മോളെ, എന്തായാലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചന്ദ്രമതി അമ്മയോട് ഫോൺ വിളിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാനേ. ഇത് കേൾക്കുമ്പോഴേക്കും വർഷ അങ്ങ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കേട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. ചന്ദ്രമതി അവിടെ നിന്നങ്ങ് ഇറുകി പോവാണേ. യോ, ശ്രുതിയായിരുന്നു ഈ മലേഷ്യക്കാരി ഇങ്ങനെ ചെയ്യുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇനിയിപ്പോ സച്ചി എന്തൊക്കെയാവും പറയാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ നമ്മുടെ രേവതിയാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടാതെ നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് സച്ചി ചന്ദ്രമതിയുടെ നേരെ ഇങ്ങ് വരുന്നുണ്ട് കേട്ടോ. എന്താമ്മേ, അമ്മയുടെ നാവിറങ്ങിപ്പോയോ? ഇപ്പോ അമ്മയ്ക്ക് ഒന്നും പറയണ്ടേ? മരുമകളെന്ന് കേട്ടപ്പോഴേ അത് ചെയ്തത് എന്റെ രേവതിയാവുമെന്ന് നിങ്ങൾ അങ്ങ് വിലയിരുത്തി. ഇപ്പൊ ഇത് വർഷ വിളിച്ച് തെളിയിച്ചില്ലായിരുന്നെങ്കിൽ ഇതും പറഞ്ഞ് രേവതി എവിടെ ഇട്ടങ്ങ് കുത്തി നോവിച്ചേനെ. എന്തായാലും രേവതി അല്ലെന്ന് തെളിഞ്ഞപ്പോ നിങ്ങളെന്താ മിണ്ടാത്തത്? പണത്തിനോട് ആർത്തിമൂത്തതേ എന്റെ ഭാര്യ രേവതിക്കല്ല, നിങ്ങളുടെ വലിയ മരുമകളുണ്ടല്ലോ മലേഷ്യക്കാരി, ആ പാർലർ ഏട്ടത്തേക്ക് തന്നെയാണ്. അവള് ഫ്രോഡാണെന്ന് ഞാൻ പണ്ടേ പറയുമ്പോഴും ആർക്കും വിശ്വാസമല്ലായിരുന്നല്ലോ. രേവതിയെ പറയാൻ വേണ്ടി മാത്രം നിങ്ങളുടെ നാവിങ്ങ് നീളുമല്ലോ. ഇപ്പൊ എന്താ മിണ്ടാത്തത്? അച്ഛനിത് കേട്ടില്ലേ? പിന്നെ ദേ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇത്രയും നാള് ഞാൻ പറഞ്ഞതെല്ലാം അമ്മയാണല്ലോ കരുതി ക്ഷമിച്ചു നിൽക്കുമായിരുന്നു. ഇനി രേവതിയെ കുറിച്ച് ഒരക്ഷരം മിണ്ടിപ്പോയാ ഈ സച്ചി ആരാണെന്ന് നിങ്ങൾ അറിയുമെന്നും പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ നേരെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. ചന്ദ്രമതി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരക്ഷരം മിണ്ടാതെ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്. ഈ സമയം രേവതി പറയുന്നുണ്ട്, അമ്മേ, എനിക്കും എൻ്റെ വീട്ടുകാർക്കും കുറച്ച് പണത്തിന് കുറവുണ്ട് എന്ന് പറഞ്ഞ അഭിമാനം പണയം വെച്ചിട്ട് കണ്ടവരുടെ മുമ്പിൽ പിച്ച കഷ്ണായി കൈ നീട്ടാനായിട്ട് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല. പണത്തിനെ ആർത്തിയും കള്ളത്തരമൊക്കെ ഉള്ളതാരാണെന്നേ അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ എന്നും പറഞ്ഞ് രേവതിയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രവി പറയുന്നുണ്ട്, ചന്ദ്രേ, നിന്നോട് ഞാൻ പറഞ്ഞതാണ്, പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന്. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? പകലന്തിയോളം പൂ കെട്ടി കഷ്ടപ്പെട്ടിട്ടാണ് രേവതി മോള് സമ്പാദിക്കുന്നത്. രേവതി മോളെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരവും നീ വെറുതെ കളയില്ലെന്ന് എനിക്കറിയാം. എന്തായാലും വർഷ വന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സത്യം തെളിയിച്ചത് തന്നെ ദൈവാധീനമാ. പിന്നെ ഇനി നിന്റെ നാക്കം വെച്ചിട്ട് അടങ്ങിയിരുന്നെങ്കിൽ ഈ രവി ആരാണെന്നറിയും. ഒന്ന് നന്നാവാൻ നോക്കടി എന്നും പറഞ്ഞിട്ട് ചന്ദ്രയ്ക്കിട്ട് നല്ല ഒരെണ്ണം കൊടുത്തിട്ടാണ് കേട്ടോ രവി കയറി പോകുന്നത്. അങ്ങനെ ചന്ദ്രമതി ആകെ നാണം കെട്ടിങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയമാണ് ശ്രുതി അകത്തേക്ക് കയറി വരുന്നത്. ശ്രുതി ഒന്നും അറിയാത്ത രീതിയിൽ ആന്റി എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വലിയ തമാശ രീതിയിൽ കയറി വരുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതിയാണെങ്കിൽ അവിടുന്ന് ചാടി എഴുന്നേറ്റിട്ട് ശ്രുതിയുടെ കാരണം നോക്കി ഒരെണ്ണം അങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി വയ്ക്കുന്നുണ്ട്, ആന്റി എന്തേ കാണിക്കുന്നത്? എന്തിനാ ഒരു കാരണവും ഇല്ലാതെ തന്നെ തല്ലുന്നതെന്നേ? നിർത്തടി, മഹിമയുടെ വീട്ടിൽ പോയിട്ട് ആരും അറിയാതെ പണം ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാനിനി ആ മഹിമയുടെ മധുസൂദനന്റെ മുഖത്ത് എങ്ങനെ നോക്കും? നീ ഇത്രയ്ക്ക് നാണം കെട്ടവളായിരുന്നോ? നിനക്ക് കാശിന് അത്യാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ആ വർഷയുടെ അടുത്ത് ചോദിക്കത്തില്ലായിരുന്നോ? ഇതിപ്പോ അവരുടെ വീട്ടിൽ പോയിട്ട് പണം കൈനീട്ടി ചോദിച്ചിട്ട് വന്നിരിക്കുന്നു. ഇതിൽ കൂടുതൽ അപമാനം ഈ വീട്ടിൽ തന്നെ വരാനില്ല. ഇപ്പൊ തന്നെ ആ പൂ കെട്ടുന്നവളുടെ കുടിയന്റെയും മുമ്പിൽ പോലും നീ ഒറ്റ ഒരുത്ത് കാരണം ഞാൻ തല കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയെ വായിൽ വന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, അത് ആന്റി, പെട്ടെന്ന് എൻ്റെ കയ്യിൽ കാശിന് മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. അത് ആന്റി എന്ന സച്ചിയുടെയും രേവതിയുടെയും മുമ്പിൽ തല കുനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാ ഞാൻ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് പണം മറിച്ചത്. അപ്പോൾ ആ കാശും തിരിച്ചു കൊടുക്കേണ്ടി വന്നു. വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് ആന്റിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ പോയിട്ട് അവരുടെ വീട്ടിൽ പോയി 5 ലക്ഷം രൂപ മേടിച്ചെന്ന് പറയുന്നുണ്ട്. എന്നാലും ചന്ദ്ര പറയുന്നുണ്ട്, നീ ഇനി എന്ത് ന്യായീകരിച്ചാലും നീ അത് ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് ശ്രുതി. ആ പൂ കെട്ടുന്നവളുടെ മുമ്പിൽ ഇപ്പൊ തന്നെ ഞാൻ നാണം കിട്ട് തല കുനിക്കേണ്ടി വന്നു. ഇതിപ്പോ നിന്നെ കുറിച്ചിട്ട് എനിക്ക് ഈ പറയുന്നതെല്ലാം സത്യമാണോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. നിന്റെ അച്ഛൻ മലേഷ്യയിലെ തന്നെയാണോ? കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് നീ ഓരോരോ ന്യായങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇത്ര വലിയ പണക്കാരനൊക്കെ ഇത്രയും നാള് ജയിലിലൊക്കെ കിടക്കുവോ? എന്തായാലും ശ്രുതി, എനിക്ക് നിന്നെ കുറിച്ചിട്ട് പറയുന്നതൊക്കെ വിശ്വസിക്കാനായിട്ട്
ആകെ മൊത്തത്തില് ഒരു ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. ഇതുകൂടി കേൾക്കുമ്പോൾ ശ്രുതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ് കേട്ടോ. കാരണം താൻ ഓരോ കുരു കഴിച്ചു വരുമ്പോഴും അതിൻ്റെ ഇരട്ടിയായിട്ട് ഓരോ കുരുക്കും മുറുകിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ അത് ആൻറ്റി, ഞാനെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ആൻറ്റി മറ്റാരുടെയും മുമ്പിൽ തലകുനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ, എൻ്റെ മരുമകള് വലിയ മരുമകൾ, സ്വന്തം ഞാൻ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന മരുമകൾ എന്നും പറഞ്ഞേ ഞാൻ നിന്നെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് വന്നതിനാണ് നീ ഇപ്പൊ എല്ലാവരുടെയും മുമ്പിൽ ചവിട്ടി തറയിലിട്ട് ചവിട്ടി അരിക്കേണ്ട ഒരവസ്ഥ നീ എനിക്ക് ഉണ്ടാക്കി തന്നത്. എന്തായാലും ശ്രുതി, നിന്റെ അച്ഛനോട് ഉടനെ തന്നെ വരാൻ പറ, അല്ലെങ്കിൽ മലേഷ്യയിലേക്ക് നമുക്ക് തന്നെ പോണം. എന്തായാലും ഇതിനി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. നിനക്ക് ഇത്രയ്ക്ക് പണത്തിന് ദാരിദ്ര്യം എന്താണെന്ന് ഞാനും കൂടി അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ പറയാണ്. ഈ സമയം ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ആ മഹിമ അവരിത്രയും ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും എന്നെ ആൻറ്റിയും കൂടി തെറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഈ കളിയെല്ലാം കളിച്ചത്. എന്തായാലും അവർക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തോളാന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഈ സമയം ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ദേ ശ്രുതി, എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ നിന്റെ ഈ മൗനം അത് നല്ലതിനല്ല. എന്തായാലും ശ്രുതിയോടും കൂടി പറഞ്ഞു വെച്ചേര്, ഉടനെ തന്നെ നിന്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോന്നു. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് വരുത്താനോ പോകാനോ ഉള്ളത് എന്തായാലും ചെയ്തില്ലെങ്കിൽ ഈ ചന്ദ്രമതി ആരാണെന്ന് നീ അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിന് അവിടെ നിന്നങ്ങ് കയറി പോവാണ് കേട്ടോ. അങ്ങനെ ശ്രുതി ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ എപ്പിസോഡ് തീരുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.